വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ചെമ്മീൻ കറി ആയിട്ടാണ്. മുരിങ്ങക്കോൽ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച കറി. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ആ കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 മുരിങ്ങക്കായ നീളത്തിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് മെയിനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു വലിയ 2 തക്കാളി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കുടംപുളി ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി വേണമെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ വാളംപുളി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ അങ്ങനെ മാങ്ങയൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് ഒരു 2 പച്ചമുളക് 2ആയി കീറിയത്, ഒരു 3 വലിയ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു 5-6 ചെറിയുള്ളി, ഒരു പച്ചമുളക്. പിന്നെ കടുക് താളിക്കാൻ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു നുള്ള് ഉലുവ, 3 വറ്റൽമുളക്, പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ മുരിങ്ങക്കോൽ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് കാണാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ കട്ട് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാം. ചെമ്മീൻ അധികം വേവില്ല, നമുക്കിത് 2 മിനിറ്റ് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അതവിടെ കുക്കാവുന്ന സമയത്ത് നമുക്കൊരു മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസായ ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ജീരകം, ഇവയും ഇതിൻ്റെ കൂടെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത് നല്ല മാവ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങ നല്ല മാവ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചെമ്മീൻ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുരിങ്ങക്കോൽ ഈ ചെമ്മീൻ വെന്ത് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങക്കോലെന്ന് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, അതുപോലെ കുടംപുളി ഇവയിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ആ തേങ്ങയുടെ അരപ്പ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറി കുറുകിയിട്ടാണ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഈ കറി ഒന്ന് ഇതിലെ അരപ്പൊക്കെ ഒന്ന് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പും അരപ്പിൽ കടന്ന് കഷ്ണങ്ങളും നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായി ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവ ചെറുതായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഇടാം. കറിവേപ്പിലയും ഉണക്കമുളകും മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. താളിച്ച കടുക് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങക്കോൽ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ തേങ്ങ അരച്ച് ഈ ചെമ്മീൻ മുരിങ്ങക്കോൽ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്സുകൾ കമൻസിൽ അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.